ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ ചീരച്ചേമ്പാണ്. കണ്ടാൽ ചേമ്പ് പോലെ തോന്നുന്ന ചെടിയാണ് ചീരച്ചേമ്പ്. കണ്ടാൽ ചേമ്പിനെ പോലെ തന്നെ, എന്നാൽ കിഴങ്ങുണ്ടായിരിക്കുകയില്ല. ചേമ്പ് വർഗത്തിൽപ്പെട്ട ചീര എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് വളരെ രുചികരമായ കറി വിഭവമാണ്. മറ്റു ചേമ്പുകളെ പോലെ ഇത് ചൊറിയില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. രണ്ട് തരത്തിലുള്ള ചീരച്ചേമ്പുകളാണുള്ളത്, പച്ചത്തണ്ടുള്ളതും കറുത്ത തണ്ടുള്ളതും. വലിയ പരിചരണം ഒന്നുമില്ലാതെ തന്നെ ഇത് തഴച്ചു വളരും. ഇതിന്റെ ഇലയും തണ്ടും പോഷക സമൃദ്ധമാണ്. ഒരിക്കൽ തൈ നട്ടാൽ കരുത്തോടെ വളർന്ന് ഒരുപാട് തൈകൾ ഉണ്ടാകും. കറിക്ക് തണ്ടും ഇലയും കിട്ടും. തറയിലും ഗ്രോ ബാഗിലും വളർത്താം. തറയിൽ വളർത്തിയാൽ പരന്ന് പന്തലിച്ച് ഉണ്ടാകും. ചേമ്പിന്റെ അടിയിൽ കിളിർക്കുന്ന തൈകൾ വേരോടെ പറിച്ചു മാറ്റി നടാം. സാധാരണ ചേമ്പ് നടുന്നതുപോലെ തന്നെയാണ് ഇതും നടേണ്ടത്. അധികം മൂപ്പില്ലാത്ത ഇലകൾ തണ്ടോടുകൂടി ചുവട്ടിൽ നിന്ന് മുറിച്ചെടുത്ത് ഇലഭാഗം നല്ലപോലെ കഴുകി തണ്ടിന്റെ മുകളിലുള്ള പാട പോലെയുള്ള ഭാഗം നീക്കം ചെയ്ത് ചെറുതായിട്ടരിഞ്ഞ് കറി തയ്യാറാക്കാം. തോരനും കറിയും സ്വാദിഷ്ടമായ മറ്റു വിഭവങ്ങളും ഉണ്ടാക്കാൻ കഴിയും. എനിക്ക് ചീരച്ചേമ്പും ചുവന്നുള്ളിയും ചേർത്ത് തയ്യാറാക്കുന്ന തോരനാണ് ഏറ്റവും ഇഷ്ടം. ചീരച്ചേമ്പിൽ ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹൃദയാരോഗ്യം സംരക്ഷിക്കും, രക്തസമ്മർദ്ദം കുറയ്ക്കും, അതുപോലെ ശരീരഭാരം കുറയ്ക്കും, ചർമ്മം സംരക്ഷിക്കും, കാഴ്ച വർദ്ധിപ്പിക്കും, പ്രമേഹം നിയന്ത്രിക്കും, യുവത്വം നിലനിർത്തും. ഇതൊക്കെയാണ് ചീരച്ചേമ്പ് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.